ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ ദാ കല്യാണത്തിരക്കിലേക്ക് കടക്കാണ് കേട്ടോ. നാട്ടിലേക്ക് എത്തിയിട്ട് ഏകദേശം 2 ആഴ്ച ആവാനായിട്ട് പോകുന്നു. കല്യാണം പെട്ടെന്നാണ് ഓടിയെത്തിയത്. ഒരു 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തൊട്ടേ നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ പാപ്പൻ്റെ വീട്. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. 2 അടിയേ നടക്കാനുള്ളൂ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞാൽ അവിടെ ഹായ് കേട്ടിരിക്കും. അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തന്നെയാണ് എൻ്റെ എല്ലാ കസിൻസിൻ്റെയും വീട് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും അമ്മയും അമ്മമാരും എല്ലാവരും ദേ ജോലികളൊക്കെ കഴിഞ്ഞ് ഉമ്മറത്തിരുന്ന് കഥ പറച്ചിലാണ്. ഫുൾ പണിയായിരുന്നു ഫുൾ പണിയായിരുന്നു ഞാൻ അങ്ങോട്ട് അപ്പൊ എന്നോട് ചോദിച്ചു മാമ വണ്ടി എടുത്ത് ഇറങ്ങുവാ. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല ചേട്ടാ. അപ്പുവിന്റെ 1 o'clock തൊട്ട് ഞാൻ പണി നിങ്ങളിപ്പോൾ കണ്ടതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ അപ്പൂസ്. അപ്പോൾ ഞാൻ അവരെ സംസാരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അകത്തേക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹോം ടൂറായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഈ കൂട്ടത്തിൽ അതും കൂടി വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ എന്ന് മാത്രം. അപ്പോൾ ഒരു മേമ എൻ്റെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. അമ്മയൊക്കെ അതേ അടുക്കളയിലേക്ക് കയറി. കാരണം ഞങ്ങൾ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 12 മണിക്ക് ഇപ്പോൾ വന്നാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വിളമ്പാനായിട്ട് എല്ലാം തുറന്നിട്ടുണ്ട് കേട്ടോ. ഇത് മീൻകറി ആയിരുന്നു. പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കുന്നുള്ളൂ. ചോറ് റെഡി ആയിട്ടുണ്ട്, തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാബേജിന്, അങ്ങനെ 1-2 ഐറ്റംസ് കൂടിയിട്ടാണ് ഉച്ചക്കലത്തെ കലാപരിപാടി ആയിരുന്നത്. രാത്രിയിലേക്കുള്ളത് പുറത്തുനിന്ന് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് വീട്ടിൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വല്യമ്മയാണ്, അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ കുമാരി വല്യമ്മ. തൊട്ടപ്പുറത്ത് എൻ്റെ ചേച്ചി നിന്നിരുന്നത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അനു. അപ്പം ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ റൂം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും അയ്യോ ചേച്ചി അവിടെ അലങ്കോലമാണ് എന്നൊക്കെ പറയാൻ പോകുമ്പോഴത്തേക്കും ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ അലങ്കോലമൊന്നും ഇല്ല, പിന്നെ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇത് മേമേരെ റൂമാണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ ബെഡൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുക വേറെ പുതിയതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അങ്ങനെ എടുക്കാൻ പോയില്ല. മേലെ അപ്സ്റ്റെയർ ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കവർ ചെയ്യാൻ പോയില്ല കേട്ടോ. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു താമരക്കുളം ഉണ്ട്, ആമ്പൽക്കുളം. അതിനകത്ത് മീനുണ്ട്. ആ മീനിനെ പിടിക്കാനായിട്ട് കാക്ക വരും. അതുകൊണ്ട് മേമ വല ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അതെടുത്ത് മാറ്റിയിട്ടോ. അതുകൊണ്ടാണ് അതിനങ്ങനെ ക്രോസ് ചെയ്തിട്ട് 4 വടി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മേമയ്ക്ക് അല്ലറ ചില്ലറ ഗാർഡനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് കണ്ടോ, ഇത് നമ്മുടെ പുതിനയുടെ ഇലയാണ്. നമ്മുടെ വീട്ടിലുള്ള പോലത്തെ അല്ല, വേറൊരു ടൈപ്പ് ഓഫ് പുതിനയാണ് കേട്ടോ. നല്ല മണമായിരുന്നു. മേമ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത്ര ക്ലിയർ അല്ല അല്ലേ വീഡിയോയിൽ, ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ മേമ അങ്ങനെ കുരുമുളകൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട്. ഒരു ചെറിയ തൈ വെച്ചത് ഇപ്പം ഒരുപാട് കുരുമുളകൊക്കെ ഉണ്ടാവും പറഞ്ഞു. പിന്നെ ഓർക്കിഡും ഇതൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ ചെടി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെടി കാണിക്കണം എന്ന് ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് വിളി വന്നു, ഊണ് വിളമ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഞങ്ങളാണ് ഊണിന് തുടക്കം കുറിച്ചത്. ഇനി കുറച്ചധികം പേര് ഉണ്ട് തീർക്കാനായിട്ടുണ്ട്. കാരണം 5 ആൺമക്കളാണ് കേട്ടോ അമ്മമ്മയ്ക്ക്. അപ്പോൾ അവർ 5 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. 5 പേരുടെ ഭാര്യമാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും 1 by 1 ആയിട്ട് വന്ന് ഊണ് കഴിക്കണം. പിന്നെ ഒരു 3 മണിക്കാകുമ്പോഴത്തേക്കും ആൻറ്റിമാരും കസിൻസും ഒക്കെ വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ഇവരുടെ പരിപാടി വേഗം തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ഊണ് കഴിക്കാൻ ആദ്യം ഇരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഊൺമേശ എല്ലാം ഇരിക്കാൻ പറ്റുന്ന എത്രയാണോ അത്രയും പേരാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വർത്താനിച്ചിരിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓടി പാഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത്, ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പോഴത്തേക്കും തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ദക്ഷിണ കൊടുക്കാന്നൊക്കെ പറയില്ലേ. അപ്പം രാവിലെ പുലർച്ചെ, ഇത് വ്യാഴാഴ്ചയാണ് കല്യാണത്തിൻ്റെ തലേദിവസം നമ്മുടെ വീട്ടിൽ വെച്ചത്. കല്യാണം വരുന്നത് ശനിയാഴ്ചയാണ്. അത് വീടുകൾ തമ്മിൽ കുറച്ച് അകലമുണ്ട്. പിന്നെ കല്യാണം നടക്കുന്നത് ഗുരുവായൂരാണ്. അപ്പോൾ അതിരാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ ഇവർ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ ആ നേരത്ത് ദക്ഷിണ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായ കാരണം കൊണ്ടാണ് ഞങ്ങൾ വ്യാഴാഴ്ച ദിവസം എല്ലാവർക്കും ദക്ഷിണ കൊടുക്കലും ചടങ്ങുകളൊക്കെ തീർത്ത് വെച്ചത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുമ്പോൾ എല്ലാവരും അവനവന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ആ ചടങ്ങ് ഈ ചടങ്ങ് അങ്ങനെയൊക്കെ ഇന്ന രീതിയിൽ മാത്രമേ നടത്തൂ എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം പിന്നെ അങ്ങനെയല്ല, എല്ലാവരും അവരവർക്ക്
സൗകര്യാർത്ഥ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് ദക്ഷിണയൊക്കെ കൊടുത്തത്. അമ്മമ്മ കണ്ടോ ദക്ഷിണയൊക്കെ വാങ്ങിച്ചു. ഓരോരുത്തർക്കും ഓരോ മുണ്ട് കൊടുക്കലൊക്കെ ആയിരുന്നു പണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ ഡ്രസ്സ് എല്ലാവർക്കും എടുത്തിട്ട് അത് അപ്പം തന്നെ എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരവരുടെ ഇഷ്ടത്തിന് തയ്പ്പിക്കാനും ഓൾട്ടറേഷൻ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഒരു മുണ്ട് മാത്രം നമ്മൾ വെച്ചിട്ട് എല്ലാവർക്കും അതന്നെ കൊടുക്കുന്നു തിരിച്ചു വാങ്ങുന്നു, കൊടുക്കുന്നു തിരിച്ചു വാങ്ങുന്നു എന്ന രീതിയിലാക്കിയത് കേട്ടോ. അപ്പോൾ അത് മേമയാണ്, അവൻ്റെ അമ്മയാണ്. ഞങ്ങൾക്ക് പാപ്പയില്ല, പാപ്പൻ മരിച്ചു പോയിട്ട് 7 വർഷമായിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ മേമയ്ക്ക്. മേമ കരയായിരുന്നു. മേമ മിണ്ടിയ അപ്പം കരയും, അങ്ങനെയാണ് കേട്ടോ. ഒരു പാപ്പനില്ലാത്തതിൻ്റെ ഒരു ആബ്സെൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ അനിയന്മാരാണ് കേട്ടോ. ഇപ്പോൾ 3 പേരാണ് ജീവനോടെ ഉള്ളത്. വല്യച്ഛനും മരിച്ചുപോയി, ഞങ്ങളുടെ പാപ്പനും മരിച്ചുപോയി. വല്യച്ഛൻ പണ്ട് എനിക്ക് 6 മാസമുള്ളപ്പോൾ മരിച്ചതാണ് കേട്ടോ. അത്ര മുന്നേ മരിച്ചിട്ടുണ്ട്. ഇത് മൂത്ത പെങ്ങളാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ, മല്ലിക ആൻറ്റി. അപ്പോൾ പിന്നെ പെങ്ങന്മാർക്കാണല്ലോ നമ്മളിങ്ങനെ ചടങ്ങ് പ്രകാരം കൊടുക്കണത്. അങ്ങനെ മൂത്തവരാണ് ദക്ഷിണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അവസാനം ഇവൻ കുമ്പിട്ട് നിവർന്ന് ഞങ്ങൾ വിചാരിച്ചു അവനെ ഒരു പലകയിൽ ഇരുത്തിയിട്ട് വാങ്ങിപ്പിക്കായിരുന്നു. കാരണം ഒരുപാട് പേരുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അച്ഛൻ്റെ സൈഡിലാണെങ്കിലും അമ്മേൻ്റെ സൈഡിലാണെങ്കിലും പിന്നെ നമ്മുടെ കസിൻസ് ആണെങ്കിലും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് നമ്മൾ കല്യാണത്തിൻ്റെ അന്നത്തേക്ക് വെക്കാണ്ട് ഒരു ദിവസം മുന്നേ വെച്ചത് കേട്ടോ. കാരണം കല്യാണം ഗുരുവായൂർ അമ്പലത്തിലാണ്. രാവിലെ 6 മണിക്ക് 7 മണിയുടെ ഇടയിലാണ് കെട്ട്. 5 മണിയൊക്കെ അമ്പലത്തേക്ക് ഇറങ്ങണം. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോഴത്തേക്കും ഇതാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ചടങ്ങൊക്കെ നടത്തിയത് കേട്ടോ. അപ്പോൾ കുറേ ബുദ്ധിമുട്ടി. ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ദൈവമേ പൂർവ്വവും നടുവൊക്കെ അങ്ങ് വേദനിക്കും, അത്ര അധികം ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അതാരാ തിരിച്ചു കൊടുക്കണം കേട്ടാ. അവൻ്റെ ചേച്ചിയെ കാരണം കൊണ്ട് എനിക്കും ദക്ഷിണ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിലെ നമ്മൾ തൊട്ടടുത്ത് വീടുകളായതുകൊണ്ട് എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് ഓടി വരും. ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു, അന്നും അതെ ഇന്നും അതെ. ഞാനൊന്ന് നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ബാംഗ്ലൂർ ആണെങ്കിലും ചേച്ചി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചൊന്ന് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൂസാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോൾ നാട്ടിലെത്തിയാലും അവൻ ഓടി വരാറുണ്ട് കേട്ടോ ഞങ്ങളെ കാണാനായിട്ട്. ശരത്തേനെ കണ്ടില്ലെങ്കിൽ കാലത്ത് വന്നവൻ വൈകുന്നേരം വീണ്ടും വന്നിരിക്കും ശരത്തേനെ ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളോട് സ്നേഹം കാണിക്കുന്നവരോട് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ. അതേ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് അപ്പൂസിനോടുള്ളത്. അതുകൊണ്ട് അവൻ്റെ കല്യാണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ആ ഒരു ഇമോഷൻ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല കേട്ടോ. മനസ്സിൽ അങ്ങനെയാണ് കേട്ടോ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാപ്പാൻ്റെ വീട് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവരുടെയും ബഹളം. പിന്നെ എല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ട് തൊട്ടടുത്ത് നമുക്കൊരു ചെറിയ ഹോളുണ്ട്, അവിടേക്കാണ് എല്ലാവരും പോയത്. ഇവിടെ ദക്ഷിണ കൊടുക്കൽ തീർന്നിട്ടൊന്നുമില്ല, പക്ഷെ ആൾക്കാർ കഴിക്കാനൊക്കെ പോയിട്ടോ. അതെൻ്റെ ചേട്ടനാണ് ദക്ഷിണ കൊടുക്കാൻ ലാസ്റ്റാണ് എത്തിയത്. ചേട്ടൻ അവിടെ ജോലി തിരക്കിലായിരുന്നു, ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ. പക്ഷെ അതിൻ്റെ ഇടയിൽ ദക്ഷിണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് കേട്ടോ. കുറേ പേരൊക്കെ ഊണ് കഴിക്കാനായിട്ട് ഹാളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടത്തെ ചെറിയൊരു വട്ടമേശ സമ്മേളനം നടക്കുന്നുണ്ട്. മേമ്മമാരും കസിൻസും അമ്മയും എല്ലാവരും കൂടിയിട്ട് കേട്ടോ. ഞാൻ അടുക്കള വരെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഞാൻ ശരത്തേട്ടനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. കാരണം ശരത്തേട്ടൻ ഇനി മീറ്റിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ ഊണ് കഴിക്കാൻ വരാനായിട്ട് ലേറ്റ് ആവും. ഇതെൻ്റെ ചെറിയ ആൻറ്റിയാണ് കേട്ടോ, പച്ചസാരി സുനിത ആൻറ്റി. താനുക്കുട്ടി എന്നെ അതിൻ്റെ ഇടയിൽ കണ്ടു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരത്തേട്ടൻ അവിടെ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഹാളിലേക്ക് വന്നു. അപ്പോൾ 2 ദിവസം മുന്നേ അല്ലേ ഇത് നടക്കുന്നത്, അത് കാരണം കൊണ്ട് നോൺ വെജ് ആണ് കേട്ടോ ഈ ഒരു ദിവസം നമ്മൾ ഫുഡായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മക്കൾസൊക്കെ അപ്പുറത്തെ സൈഡിൽ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ റോല് ഇപ്പോൾ വന്നവർ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇറച്ചി, മീൻ, നോൺ വെജും വെജിറ്റേറിയൻ ഫുഡും ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളത് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളൊരു സെറ്റ് കൂട്ടരിരുന്നു. നമ്മുടെ കസിൻസും പിന്നെ അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ളവരെയാണ് ഇന്നത്തെ ദിവസം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ്, അത് കഴിഞ്ഞ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ DJ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. DJ പാർട്ടിക്ക് വയസ്സായവരൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആൻറ്റിമാരും അമ്മമാരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കസിൻസും പിന്നെ അവൻ്റെ കൂട്ടുകാരും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡാൻസും കൂത്തൊക്കെ തന്നെ, വേറൊന്നും ഇല്ല കേട്ടോ.
എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം അപ്പൂസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത്രയും ഇയറിൻ്റെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കല്യാണങ്ങൾ തമ്മിൽ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായില്ലേ. അപ്പോൾ കല്യാണം നടത്തുന്നതിൻ്റെ രീതി ഒരുപാട് മാറിപ്പോയിട്ടോ. ആക്ച്വലി ഇതൊക്കെ നല്ലതാണ് കേട്ടോ, ഹെൽത്തി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൈലാഞ്ചി ഇടില്ലേ, ആ ഒരു ഇതൊക്കെ അവരുടെ പെണ്ണിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഈ ഡിജെയും പിന്നെ ദക്ഷിണ കൊടുക്കണതിൻ്റെയൊക്കെ ചടങ്ങിൻ്റെയൊക്കെ രീതിയൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഡിജെ പാർട്ടി അടിപൊളിയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും വീട്ടിൽ ഇതുപോലെ കല്യാണമൊക്കെ വരുമ്പോൾ കസിൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇതുപോലെ പാട്ടും ഡാൻസും ആ ഒരു ഡേ നമ്മൾ അടിച്ചു പൊളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ കല്യാണ വിശേഷം ഇവിടം കൊണ്ട് തീരുന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്.